ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഇന്ന് ആരംഭിക്കുന്ന G20 നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാനത്ത് SIR-നായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം നാളെ പൂർത്തിയാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. ശബരിമലയിലെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. തിരക്ക് നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഗുവാഹത്തി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഇന്ന് ആരംഭിക്കുന്ന G20 നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സുസ്ഥിര വികസനം, കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ, ഊർജ്ജ പരിവർത്തനം, ആഗോള ഭരണത്തിലെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഷയങ്ങൾ പ്രധാനമന്ത്രി അവതരിപ്പിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതൃതല യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയുമായും മറ്റ് നിരവധി ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ആഫ്രിക്കയിൽ നടക്കുന്ന പ്രഥമ G20 ഉച്ചകോടിയാണിത്. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. തൊഴിൽ രംഗത്ത് പുതിയ പരിഷ്കരണങ്ങൾക്ക് തുടക്കമിട്ട് നിർണായക പരിഷ്കരണങ്ങൾ ലക്ഷ്യമിട്ട് സർക്കാർ 4 ലേബർ കോഡുകൾ വിജ്ഞാപനം ചെയ്തു. ഗിഗ് തൊഴിലാളികൾക്ക് സാർവത്രിക സാമൂഹിക സുരക്ഷാ പരിരക്ഷ, എല്ലാ ജീവനക്കാർക്കും നിർബന്ധിത നിയമന ഉത്തരവ്, നിയമപ്രകാരമുള്ള മിനിമം വേതനം, സമയബന്ധിതമായ ശമ്പള വിതരണം എന്നിവ ഉറപ്പുവരുത്തുന്നതാണ് 4 ലേബർ കോഡുകൾ. സ്ത്രീകൾക്ക് വിപുലമായ അവകാശങ്ങളും സുരക്ഷയും പരിഷ്കരണത്തിന്റെ ഭാഗമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളോടെ സ്ത്രീകൾക്ക് രാത്രികാല ഷിഫ്റ്റ് ജോലി അനുവദിക്കും. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർഷിക ആരോഗ്യ പരിശോധന, രാജ്യം മുഴുവൻ പ്രാബല്യമുള്ള ESI പരിരക്ഷ, ഏക രജിസ്ട്രേഷൻ എന്നിവ ചട്ടങ്ങളുടെ ഭാഗമാണ്. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ശേഷിക്കുന്ന ഫോമുകളുടെ വിതരണം ഇന്നും നാളെയുമായി പൂർത്തിയാക്കുമെന്നും പൂരിപ്പിച്ച ഫോമുകളിൽ 26,46,414 ഫോമുകൾ അപ്ലോഡ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ കേൽക്കർ. BLOയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗം ആരംഭിച്ചത്. ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ 1,20,000 ഫോമുകൾ തിരികെ ലഭിക്കാനുണ്ടെന്നും വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ SIR നടപടികൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. കേരള സർക്കാരും CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിച്ച ഹർജികളിലാണ് കോടതിയുടെ നിർദ്ദേശം. ഹർജികൾ ഈ മാസം 26-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. പരിശോധന പൂർത്തിയാകുന്നതോടെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ബന്ധപ്പെട്ട വരണാധികാരികളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. സൂക്ഷ്മ പരിശോധനാ വേളയിൽ സ്ഥാനാർത്ഥിക്കൊപ്പം തിരഞ്ഞെടുപ്പ് ഏജന്റ്, നിർദ്ദേശകൻ എന്നിവർക്ക് പുറമെ സ്ഥാനാർത്ഥി എഴുതി നൽകുന്ന ഒരാൾക്ക് കൂടിയാണ് വരണാധികാരിയുടെ മുറിയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. നാമനിർദ്ദേശ പത്രിക പരിശോധനയ്ക്കായി നിശ്ചയിച്ച ദിവസവുമായി ബന്ധപ്പെടുത്തിയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ യോഗ്യതയും അയോഗ്യതയും പരിശോധിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയോ അഥവാ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഒരുമിച്ചെടുത്താണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. ശബരിമലയിലെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നു. പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ നടന്ന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, ബോർഡ് ഉദ്യോഗസ്ഥർ, പോലീസ് അടക്കമുള്ളവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കോടതിയുടെ അനുമതിയോടെയാണ് യോഗം ചേർന്നത്. തിരക്ക് നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പുട്ടപർത്തിയിലെ ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 44ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ സത്യസായി ഹിൽ വ്യൂ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യസായി ബാബ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി പാലസമുദ്രത്തിലെ നാഷണൽ അക്കാദമിക് ഓഫ് കസ്റ്റംസിന്റെ പുതിയ ക്യാമ്പസും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും 13 കേന്ദ്രങ്ങളിൽ കോപ്പി എഡിറ്റർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം ആകാശവാണിയിൽ ഒരൊഴിവും ദൂരദർശനിൽ 2 ഒഴിവുമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ പ്രസാർ ഭാരതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടന്നു. സിനിമ, പ്രതിഭ, ആഗോള പങ്കാളിത്തം എന്നിവയുടെ സംയോജനമായി ചലച്ചിത്രമേള മാറി. 50-ലധികം വനിതാ സംവിധായകരുടെ സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്ന് സിമ്പിൾ ദുഗറിന്റെ ലോക്മാതാ ദേവി അഹല്യഭായ് എന്ന ചിത്രം പ്രദർശിപ്പിക്കും. 3 ഓപ്പൺ എയർ പ്രദർശന വേദികളും മേളയിലുണ്ട്. മാസ്റ്റർ ക്ലാസുകളുടെ ഭാഗമായി ചലച്ചിത്ര നിർമ്മാണത്തിന്റെ കലയെക്കുറിച്ച് ഇന്ന് വിധു വിനോദ് ചോപ്ര സംസാരിക്കും. ശബരിമല ദർശനത്തിനായി സത്രം കാനന പാത വഴിയെത്തുന്ന തീർത്ഥാടകരുടെ തിരക്കേറുന്നു. നട തുറന്ന് 5 ദിവസത്തിനുള്ളിൽ 3300 തീർത്ഥാടകർ കാനന പാതയിലൂടെ സന്നിധാനത്തേക്ക് പോയി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വണ്ടിപ്പെരിയാർ സത്രം, മുക്കുഴി, പുല്ലുമേട് വഴിയുള്ള കാനനപാതയിലൂടെ ശബരിമല തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. ആദ്യ ദിനം 788 തീർത്ഥാടകർ ഇതുവഴി സന്നിധാനത്തേക്ക് പോയി. 1262 പേർ എത്തിയ വ്യാഴാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഇതുവഴി കടന്നുപോയത്. പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വനംവകുപ്പിന്റെയും സേവനം കാനനപാതയിൽ ലഭ്യമാണ്. സത്രത്തിന് സമീപം തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഹരിത തെരഞ്ഞെടുപ്പ് എന്ന സന്ദേശവുമായി ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന ഹരിത സന്ദേശ വാഹനയാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടങ്ങി. പയ്യന്നൂർ കോളേജിൽ ജില്ലാതല ഉദ്ഘാടനവും ഹരിത പ്രചാരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഹരിത സന്ദേശ യാത്ര ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഫ്ളാഷ് മോബിനും തുടക്കമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എന്യൂമറേഷൻ ഫോം ശേഖരണ കേന്ദ്രങ്ങൾ നാളെ വരെ പ്രവർത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. എന്യൂമറേഷൻ ഫോമുകൾ ഉടൻ സമർപ്പിക്കണമെന്നും ശേഖരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം നവംബർ 24 മുതൽ 25 വരെ ഡിജിറ്റൈസേഷൻ നടപടിക്കായിരിക്കും മുൻഗണനയെന്നും കളക്ടർ അറിയിച്ചു. പ്രസിദ്ധമായ തിരുവനന്തപുരം ഭീമാപ്പള്ളി ഉറൂസിന് കൊടിയേറി. ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് S. അബ്ദുൽ ജബ്ബാറും വൈസ് പ്രസിഡന്റ് ഖലീലുർ റഹ്മാനും ചേർന്ന് പതാക ഉയർത്തിയതോടെയാണ് ഈ വർഷത്തെ ഉറൂസിന് തുടക്കമായത്. ആദ്യ ദിവസമായ ഇന്ന് കൂട്ടപ്രാർത്ഥന നടന്നു. നാളെ മുതൽ ഡിസംബർ 1 വരെ പ്രഭാഷണ പരമ്പര നടക്കും. ഡിസംബർ 2 ഉറൂസ് സമാപിക്കും. മലങ്കര കത്തോലിക്ക സഭയിലെ 2 മെത്രാപ്പൊലീത്തമാരുടെ അഭിഷേക ചടങ്ങുകൾ തിരുവനന്തപുരത്ത് നടന്നു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ചടങ്ങിന് ക്ലിമീസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മോൺസിഞ്ഞോർ ഡോക്ടർ യുഹനോൻ കുറ്റിയിൽ, മോൺസിഞ്ഞോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ എന്നിവരെയാണ് മെത്രാൻ പദവിയിലേക്ക് അഭിഷിക്തരാക്കിയത്. ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ യൂറോപ്പിലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അപ്പസ്തോലിക്ക വിസിറ്റേറ്ററായും തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ ചാൻസലർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോൺ കുറ്റിയിൽ മേജർ അതിഭദ്രാസന സഹായ മെത്രാനായും നിയമിതനായി. മന്ത്രി V. ശിവൻകുട്ടി, MLA-മാരായ MV ഗോവിന്ദൻ, B. ജോയ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും തുറന്നു. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഗുവാഹത്തിയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റിന് 132 റൺസ് എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ന് ആരംഭിക്കുന്ന G20 നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാനത്ത് SIR-നായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം നാളെ പൂർത്തിയാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. ശബരിമലയിലെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. തിരക്ക് നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഗുവാഹത്തി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.